ഹലോ ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പൊട്ടാറ്റോ വെച്ചിട്ട് ഒരു നല്ലൊരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ഇട്ട് വന്നു കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ അതിനൊരു ഫില്ലിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാൻ മിക്സറില്ലേ, സാധാ മിക്സർ എടുക്കുക. ഇത് കടല കുറേയുള്ള മിക്സറായതുകൊണ്ട് ഞാൻ ഇതിന് കടലയും ആവശ്യമുണ്ട് കേട്ടോ. ഉള്ള പീനട്ടില്ലേ, പീനട്ട് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ കടല ഇല്ലാത്ത മിക്സറാണെങ്കിൽ കുറച്ചൊരു 3-4 സ്പൂൺ കടല എടുക്കുക കേട്ടോ. ഇതിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു പിടിയും അവില്, അതേപോലെ ഗരം മസാല, മല്ലിച്ചപ്പ് കേട്ടോ. പുതിന ഇട്ടെടുക്കുന്നതിന് മല്ലിച്ചപ്പാണ്. വെളുത്ത എള്ള് ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടെടുക്കണം കേട്ടോ. എരിവ്, ഫില്ലിങ്ങിന് എരിവ് ആവശ്യമുള്ളവർക്ക് മുളക് പൊടി ഇട്ടെടുക്കാം കേട്ടോ. മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഇട്ടെടുക്കുക. പച്ചമുളക് അത് ഇട്ടെടുക്കാം കേട്ടോ. 2-3 മണി പച്ചമല്ലി, മല്ലിപ്പൊടി കുറച്ച്. മല്ലിപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക്, അതിൻ്റെ ചുവ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ചും കൂടെ വെള്ളം കൂട്ടിയിട്ടൊന്ന് ആക്കുന്നുണ്ട്. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു ബാറ്ററിൻ്റെ ആവശ്യമുണ്ട്. അതിന് ഞാൻ കടലമാവ് ഒരു 4-5 സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ചെറിയ ഒരല്ലി വെളുത്തുള്ളി, അതേപോലെ ചെറിയ കഷ്ണം ഇഞ്ചി, മല്ലിച്ചപ്പ്, കരിവേപ്പില, അതുപോലെ ചില്ലി, ഉണക്കമുളകില്ലേ, അത് ഒരു മുളക് ഇങ്ങനെ കയ്യിലിട്ട് പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്തിട്ട് അതും ഇവിടെ മാറ്റി വെക്കുക കേട്ടോ. നന്നായിട്ട് കട്ടയൊക്കെ നന്നായിട്ട് കടലപ്പൊടി ആകുമ്പോൾ നന്നായിട്ട് കട്ടയാണല്ലോ, അപ്പോൾ നന്നായിട്ട് കൈ വെച്ച് തന്നെ ചെയ്യുക കേട്ടോ. അപ്പം അത് അവിടെ അത് ഇതിനാവശ്യമുണ്ട്, നമുക്കിത് ചെയ്യാൻ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ കടലമാവിൻ്റെ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് മല്ലിച്ചപ്പും മുളകൊന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഇടേണ്ട ആവശ്യമില്ല. അത് ഒഴിവാക്കട്ടെ, ആവശ്യമില്ലാത്തവർക്ക് ഉപ്പിട്ട് വെറുതെ കലക്കിയാൽ മതി. ഉരുളക്കിഴങ്ങ് ഞാൻ ഇതേപോലെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്ങില്ലേ, ഉരുളക്കിഴങ്ങ് ഞാൻ ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ശരിയായിട്ട് കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റ് റൗണ്ടിൽ കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഇവിടെയുള്ള ഉരുളക്കിഴങ്ങ് അത് ഒരുപാട് പല വലുപ്പത്തിലുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതേപോലെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ പെട്ടെന്ന് കറുത്ത് പോകും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചെയ്യണം. അതേപോലെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ. ഇത് മാവ് റെസ്റ്റ് ഒന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഫില്ലിങ് വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് വെച്ചില്ലേ, അത് ഈ മാവിൽ ഇങ്ങനെ മുക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ച് കൊടുക്കുക കേട്ടോ. നല്ല എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കട്ടെ. എന്താ വെച്ചാൽ ഉള്ളിലുള്ള ഉരുളക്കിഴങ്ങ് വെന്ത് വരണ്ടേ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായതിനു ശേഷം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ വെന്ത് വരട്ടെ കേട്ടോ. നന്നായിട്ട് വെന്ത് വരട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉള്ളിലുള്ള ഫില്ലിങ്ങിന് എരിവ് വേണ്ടവർക്ക്, എരിവ് കൂടുതൽ വേണ്ടതുള്ള ആൾക്ക് മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ടിട്ട് നല്ല ടേസ്റ്റാണ്. ആ ഒരു ബാറ്ററി ഇല്ലേ, നമ്മളെ കടലമാവിൻ്റെ ബാറ്ററി നല്ലൊരു രുചിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കായത്തിൻ്റെ പൊടി, ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കാണിച്ചിരുന്നു വീഡിയോ, പക്ഷേ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ സ്ലൈസാക്കി അരിയുമ്പോൾ കട്ടിയില്ലാതെ അരിയാൻ നോക്കുക. അപ്പോൾ ഉള്ളിൽ ഫില്ലിങ്ങും മാവും ഒക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടാൻ പാട് വരും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചെറിയ കുഞ്ഞ് ഇതൊക്കെ അല്ലേ ഫ്രൈ ആക്കുമ്പോൾ വരുമ്പോൾ അതൊക്കെ കോരി കളയാം കേട്ടോ. അല്ലെങ്കിൽ എണ്ണ പെട്ടെന്ന് കറുത്ത് പോകും. അപ്പോൾ നല്ല രസമാണ്. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ സ്നാക്സിന് കൊടുക്കാനായാലും വൈകുന്നേരം ചായക്ക് കടിയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എരിവ് കുറച്ചിട്ടുണ്ടാക്കിയാൽ കുട്ടികൾക്ക് കൊടുക്കുക കേട്ടോ. നല്ല ഇതാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന അധികം സാധനങ്ങൾ ഞാൻ എരിവ് അധികം ഇടാറില്ല കേട്ടോ. അവിടെ ആർക്കും അങ്ങനെ എരിവ് അധികം ഇഷ്ടമല്ല. എരിവ് വേണമെന്നുള്ളവർക്ക് വേറെ എന്തെങ്കിലും സൈഡായിട്ട് വരുന്നത് ഉണ്ടാക്കുക ചെയ്യും കേട്ടോ. എന്ത് സാധനം ഉണ്ടാക്കുമ്പോൾ കറിയാണെങ്കിലും എന്താണെങ്കിലും ഞാൻ എരിവ് കുറച്ച് ഉണ്ടാക്കൽ. അതേപോലെ ഞാൻ വീഡിയോ ഒറ്റയ്ക്ക് ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടോ വീഡിയോ ചെയ്യുന്നത്, ഉണ്ടാക്കുന്നതൊക്കെ ഒരു ഒറ്റയ്ക്ക് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോസിൽ ഇങ്ങനെ ഷെയ്ക്ക് ആകുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറേ വീഡിയോ ചെയ്യാത്തതുകൊണ്ടൊക്കെ പൊട്ടിപ്പോയേ. ഇത് ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ, ഉള്ളിലുള്ള ഫില്ലിങ്ങോ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. 1-2 ഉരുളക്കിഴങ്ങ് മതി. ഫില്ലിങ്ങിൽ ഈ ഒരു മസാല ഒന്നും
എന്താ പറയുക, എള്ളൊന്നും ഇല്ലാത്തവർ അതൊക്കെ ഒഴിവാക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ തന്നെ. എല്ലാവർക്കും ബൈ ബൈ.